ഏതായാലും നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗം കൂച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കുന്ന കലാകാരിമാരെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. എൻ്റെ മെയിൻ പരിപാടി അതാണ്. അവർ തന്നെയാണ് ഇപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഇവരുടെ പേരിന്റെ ഇനീഷ്യൽ പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട്. വരാം, പേരെങ്ങനെയായിരുന്നു? നിരഞ്ജന എം ശ്രീ. നിരഞ്ജന, ഓക്കെ. എം ശ്രീ, അതെന്താ അങ്ങനെ ഒരു സംഭവം? എം അച്ഛന്റെ വീട്ടുപേര്, ശ്രീ ശ്രീകുമാർ അച്ഛന്റെ പേരിന്റെ. അച്ഛന്റെ വീട്ടുപേര് അതിന്റെ ഇനീഷ്യൽ ഇംഗ്ലീഷിലും അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം മലയാളത്തിലും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മലയാളത്തിലും ഇംഗ്ലീഷിലും ഇനീഷ്യലുള്ള ഒരു ആളെ കാണുന്നത്. പത്തനംതിട്ടയിൽ എവിടെ സ്കൂളിന്റെ പേര്? GHSS കോന്നി. GHSS കോന്നി. എത്ര മത്സരത്തിൽ പങ്കെടുക്കുന്നത് മൊത്തം? ഞാൻ കുച്ചിപ്പുടി മാത്രമേ ഉള്ളൂ. കുച്ചിപ്പുടി മാത്രമാണ്. കുച്ചിപ്പുടി ഏതായിട്ടും നമ്മൾ നേരത്തെ വന്നൊരു ശ്രീകൃഷ്ണന്റെ കഥ പറയുന്നതാണ്. നിങ്ങൾ എന്താ പറയുന്നത്? മോഹിനി ഭസ്മാസുരൻ. അത് അദ്ദേഹം കൈവച്ചാലും മൊത്തം ഭസ്മായി പോകുന്നില്ലേ? അതിനെ ശിവന്റെ അടുത്ത് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി ഇതേയും വിഷ്ണുവിനെ അഭയം തേടി പോവുകയും അവസാനം മോഹിനിയായ രൂപം വന്ന് മോഹിനി ഭസ്മാസുരനെ ഭസ്മമാക്കുന്ന കഥ. വരം കിട്ടിയത് പരീക്ഷിച്ച് നോക്കുന്ന സംഭവമാണ്. അതാണ് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം. ഓക്കെ, റെഡി? അപ്പൊ നമുക്കറിയാം, അതായത് 63ാമത് സംസ്ഥാന കലോത്സവമാണ്. തിരുവനന്തപുരത്തിന്റെ വെരുമാറിൽ നിരവധി വേദികളിലായിട്ട് നിരവധി കുട്ടികൾ അവരുടെ കലയുടെ ശരിയായ ഭാവങ്ങൾ മിന്നിമറിയിക്കുകയാണ്. അതിന്റെ ദിവസം കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. വാ വാ വാ, അപ്പം റെഡിയായി? റെഡിയല്ലേ? ഓക്കെ. Smile.